കുരുക്ഷേത്രത്തിന്റെ ഒന്നാം ദിനം. പാണ്ഡവ സൈന്യം യുദ്ധഭൂമിയിൽ വ്യൂഹം ചമച്ച് ശക്തിയായി നിലയുറപ്പിച്ചത് കണ്ടുകൊണ്ട് ദുര്യോധനന്റെ മനസ്സൊന്ന് ഇളകി. അദ്ദേഹം ദ്രോണാചാര്യരുടെ അടുത്ത് ചെന്ന് ഇങ്ങനെ ആരാഞ്ഞു: ആചാര്യ, അങ്ങ് കാണുന്നില്ലേ, ഇതാ പാണ്ഡവ സൈന്യം അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദൃഷ്ടദ്യുമ്നനാണ് അവരുടെ സൈന്യത്തെ അണിനിരത്തിയിരിക്കുന്നത്. ഭീമാർജുനന്മാരോട് തുല്യരായ അനേകം മഹാരഥന്മാർ അവരുടെ പക്ഷത്ത് ഉണ്ട്. സാത്യകി, വിരാടൻ, ദ്രുപദൻ, ദൃഷ്ടകേതു, ചേകീതാനൻ, കാശീശൻ, പുരുജിത്ത്, കുന്തിഭോജൻ, ശൈബ്യൻ, യുധാമന്യു, ഉത്തമൗജസ്, അഭിമന്യു, ദ്രൗപദേയന്മാർ മുതലായവർ ആകുന്നു അവർ. വിശിഷ്ടരായ പലരും നമ്മുടെ പക്ഷത്തും ഉണ്ട്. അവരിൽ പ്രമുഖന്മാർ ഭീഷ്മർ, കർണൻ, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, വികർണൻ, ഭൂരിശ്രവസ്, ജയേന്ദ്രഥൻ മുതലായവർ ആകുന്നു. കൂടാതെ അങ്ങും. ഇവരെല്ലാം യുദ്ധത്തിൽ അതിസമർത്ഥരാകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. പിതാമഹനാണ് നമ്മുടെ സേനയുടെ നായകൻ. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ പക്ഷത്ത് എന്തോ ഒരു പോരാഴിക ഉള്ളതായി എനിക്ക് തോന്നുന്നു. നേരെ മറിച്ച് ഭീമന്റെ സേനാധിപത്യത്തിൽ നിൽക്കുന്ന പാണ്ഡവ സേന എന്തിനും പോരുന്ന മട്ടിലാകുന്നു നിൽക്കുന്നത്. നിങ്ങളെല്ലാവരും യുദ്ധഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാനത്ത് തന്നെ നിലകൊണ്ട് സേനാനായകനായ ഭീഷ്മ പിതാമഹനെ ഭദ്രമായി തന്നെ രക്ഷിച്ചു കൊള്ളണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ദുര്യോധനൻ അവിടെ അങ്ങനെ നിലകൊണ്ടു. ഉടനെ തന്നെ ഭീഷ്മന്റെ സിംഹനാദവും ശംഖുവിളിയും അന്തരീക്ഷത്തിൽ ഉയർന്നു. ആ ശബ്ദം കേട്ട ദുര്യോധനൻ പുളകം കൊണ്ടു. പിതാമഹന്റെ വർദ്ധിച്ച ഉത്സാഹം ആ ശബ്ദത്തിൽ മാറ്റല് കൊണ്ടിരുന്നു. തുടർന്ന് കൗരവപക്ഷത്ത് നിന്നും യുദ്ധാരംഭ സൂചകമായ ശബ്ദകോലാഹലം ഉണ്ടായി. ഭയങ്കരമായ നിലയിൽ അത് ദിക്കെങ്ങും വ്യാപിച്ചു. ശ്വേതാശ്വങ്ങളെ പൂട്ടിയ ഒരു മണിത്തേര് പാണ്ഡവസേനയുടെ മുൻപിലായി നിൽക്കുന്നു. കൃഷ്ണഭഗവാൻ തെളിയുന്ന ആ തേരിൽ അർജുനൻ യുദ്ധസന്നദ്ധനായി നിൽക്കുന്നത് കാണാം. കൗരവപക്ഷത്തിലെ ശബ്ദകോലാഹലങ്ങൾ കേട്ട് പാണ്ഡവപക്ഷത്ത് നിന്നും യുദ്ധാരംഭ സൂചകങ്ങളായ ശംഖനാദങ്ങളും ഭേരീനാദങ്ങളും മുഴങ്ങി. പാഞ്ചജന്യത്തിൽ നിന്നും ഉയർന്ന ശബ്ദമായിരുന്നു അവയ്ക്ക് നാന്ദിയായത്. ഭൂമിയും ആകാശവും നിറഞ്ഞു കവിഞ്ഞ ആ ശബ്ദകോലാഹലം ധാർതരാഷ്ട്രന്മാരുടെ ഹൃദയത്തെ ഭേദിച്ചു എന്ന് തന്നെ പറയാം. യുദ്ധം ആരംഭിച്ചു. അങ്ങനെ കൗരവ പാണ്ഡവന്മാരുടെ ആ മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചു.